ഹായ് ഗൈസ്, എല്ലാവർക്കും എന്റെ ആൻഡ് ബിസിനസ് വർക്കൗട്ടിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചില്ലേ, സ്റ്റാർട്ട് ഒരു മഴയാണ്. മഴ മാസമാണ്, മഴക്കാലാണ്. ഇതുവരെ മഴ നിന്നിട്ടേ ഇല്ല. പല ഇടങ്ങളിലൊക്കെ ഭയങ്കര ശക്തമായ മഴ പെയ്തിട്ട് ഒരുപാട് പേരുടെ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് വെള്ളം കുറെ നിറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു ഒഴുകാണ്. വേറെ സ്ഥലത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകാണ്. അപ്പൊ ഇങ്ങനെ നല്ല ശക്തമായിട്ടുള്ള വെള്ളം ഇങ്ങനെ കുറെ ദൂരങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയെത്തുമ്പോ പലരുടെ വീടുകളും മരങ്ങളും എങ്ങനെ വീണ് നശിച്ച് പോവുകയാണ്. അപ്പൊ ഇതൊന്നും പിന്നില്ലതായിരിക്കും. അങ്ങനെ നിൽക്കാത്ത ഒരു മഴയാണ് പെയ്തോണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഇടയില് പല പല മരങ്ങളും വസ്ത്രങ്ങളും പിന്നെ പല പല വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ പോകാണ്. എന്ത് ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്ര മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഇരിക്കുക. ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനൊക്കെ സമയത്ത് വീണവര് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. മാത്രമേ ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഈ ചുറ്റുവട്ടത്തില് പല വ്യക്തികളൊക്കെ നല്ല രീതിയിൽ അപകടത്തിൽ പെട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ടാവാം. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. ചിലരൊക്കെ അപ്പൊ തന്നെ മരണപ്പെട്ടു പോകും. ചിലരൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് അവരൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. എന്തായാലും അവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അവരെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് മാറ്റി പ്രാർത്ഥിക്കുക എന്നാണ് ചെയ്യാൻ പറ്റുന്ന സംഭവം. വേറെ ഒന്നുമില്ല ഗൈസ്, വേറൊന്നുമില്ല. നല്ലൊരു മഴയാണ്, നിൽക്കുന്നില്ല. വീടുകെട്ടുണ്ടോന്ന് സംശയമുണ്ട്. ഇടിവെട്ടുണ്ടോന്ന് പോലും അറിയില്ല. ഇടിവെട്ടൊന്നും കേൾക്കുന്നില്ല. വളരെ ഇതാണെന്ന് നമ്മുടെ ഇവിടെ വ്ലോഗ് ഇതാണ്. മഴയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. ഇന്നത്തെ മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ വിശേഷം മഴ. എന്തൊരു മഴയാണെന്നറിയും. രണ്ടായി മഴ ഇങ്ങനെ എടുക്കാണ്ട് എത്ര സ്ഥലങ്ങളിലാണ് ഉണ്ടാവില്ല. വീട് കാണുന്നത് മനസ്സിലാക്കാൻ പറ്റും. വീട് കാണുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഇതുവരെ പല സ്ഥലങ്ങളിലും നഷ്ടം അപകടമൊക്കെ
ഉണ്ടായിട്ടുണ്ട്. കാരണം മഴ പെയ്തതില് വെള്ളം ഒഴുക്കായിട്ട് ഇങ്ങനെ വന്ന് പല വീടുകളെയും പല മരങ്ങളെയൊക്കെ നശിച്ച് കൊണ്ടുപോവാണ്. എവിടെയാന്ന് അറിയില്ല, കൊണ്ടുപോകാൻ നശിച്ചത് കൊണ്ടുപോകാൻ വിചാരിച്ചു സത്യം. ഒരുപാട് പേരുടെ വീടുകളും മറ്റ് ആവശ്യമായ പല പല വീടുപകരണങ്ങള് ഉപയോഗമായിട്ടുള്ള അവരുടെ സംഭവത്തിന് അവരുടെ അവരുടെ മറ്റുള്ള ഓരോരോ സ്ഥാപനങ്ങൾ ഈ കുട്ടികളെ പൂർണ്ണമായിട്ട് നശിച്ചു. അവരവർക്ക് ഒരു സ്വപ്നം ഉണ്ടാവില്ലേ, ആ സ്വപ്നത്തെ വീട്ടിന്റെ നശിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഈ കുട്ടികൾക്ക് അഭിനയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുക എന്നാണ് നമുക്ക് ഏക ചെയ്യേണ്ട കരുതല്. ചെയ്യേണ്ട ആണ് ഇന്നത്തെ നമ്മുടെ കുറച്ച് ദിവസങ്ങളായി ഇതുപോലെ ഉള്ള ചെയ്തിട്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ ചെറിയൊരു ലാമിനേഷൻ പരിപാടി നിൽക്കാണ്. വീട്ടിലൊരു ഹോംമെയ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. ഇതും വീട്ടില് ഹോംമെയ്ഡ് ആയിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീട്ടിലൊരു കൊന്തകത്ത് മറ്റ് പരിപാടികൾ ആണ്. അപ്പൊ അതിന്റെ ഇടയില് ഒരു ലാമിനേഷൻ പരിപാടി നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. എന്നാലും ഞാൻ പതിയാണ് ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ജോബ് സോഷ്യൽ മീഡിയ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ചെറുതായിട്ട് ജോബ് എന്ന രീതിയിലാണ് ഈ ലാൻഡ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അല്ലാതെ സപ്പോർട്ട് ചെയ്യാതെ ചെറിയൊരു ഇത് ബിസിനസ്സായിട്ടാണ്, ബിസിനസ്സായിട്ടും അല്ലാണ്ടും ആണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സംഭവം ബിസിനസ് ആയിട്ടാണ് മെയിൻ സംഭവം ചെയ്യാനായിട്ട് പോകുന്നതും നടത്തിക്കൊണ്ട് ഇരിക്കുന്നതും. പതിയാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാണ് അവസ്ഥ. എന്തിന്റെ ഇന്നത്തെ വിശേഷം. അപ്പൊ എന്നൊന്നും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതിന്റെ ഒരു വീഡിയോകള് ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിർത്തുന്നില്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. മഴ വന്നാലുള്ള അവസ്ഥയാണ് എന്തോ നമ്മള് എന്ന് പറയുന്നത്. അരച്ചാലും ബിൽഡിങ്ങിനെ വളർന്നു കൊണ്ടേയിരിക്കും. ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് കാരണം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് വ്ളോഗ് ചെയ്യാൻ ചില ദിവസങ്ങളില് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുമുണ്ട്. ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ലാമിനേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഒരു ഇതിൽ തുടങ്ങുന്നുണ്ട്. നിശ്ചയമല്ല, ഞാൻ പുറത്തു പോയിട്ട് ഇത് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്.
അത് ഇവിടെ ഏഞ്ചൽ സ്റ്റുഡിയോ, അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറുള്ള ഇതില് കഫേ എന്ന് നിങ്ങളുടെ വീടിന്റെ അടുത്ത് കഫേ, ഈ കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്ന ഷോപ്പും മാള് ഒക്കെ ഉണ്ടാവില്ല കട. അപ്പൊ അവിടെയൊക്കെയാണ് ശരിക്കും ഈ ലാമിനേഷൻ കാര്യങ്ങളൊക്കെ കസ്റ്റംസ് എന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫോണിലോ മെമ്മറി കാർഡിലോ നമ്മൾ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഇമേജും ടെക്സ്റ്റ്, രണ്ട് കാര്യങ്ങളും നമ്മള് കയ്യില് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫോണില് സേവ് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് കടയിൽ പോയിട്ട് അവരോട് പറയാം ലാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആളെ പറയാം നമ്മുടെ കയ്യില് പേപ്പറിന്റെ ഈ ഇത് എഴുതി വെച്ചിരിക്കണം. എത്ര നീളമാണ് ലാമിനേറ്റ് ചെയ്യാൻ വേണ്ടത്, എത്ര വീതിയാണ് ലാമിനേറ്റ് ചെയ്യാൻ വേണ്ടത് എന്ന് നമ്മള് ഒരു പേപ്പറിൽ എഴുതിയിട്ട് വേണം കഫയിലേക്ക് ഈ കമ്പ്യൂട്ടറൊക്കെ ഉള്ള ഇതില് സ്റ്റോക്കില് ലാമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അവരോട് പറയാൻ ഇത് ചെയ്തു തരാൻ പറയാ. അവരുടെ കയ്യിൽ എല്ലാ സെറ്റപ്പ് ഉണ്ടാവും. നമുക്ക് വീട്ടിലേക്ക് ചെയ്യണതിന് മീറ്റിംഗ് വേണം, പിന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വേണം. എങ്ങനെ വീട്ടിൽ ഇരുന്ന് ചെയ്താലും വില സെയിം തന്നെയാണ്, വിലയിലൊരു വ്യത്യാസമില്ല. അപ്പൊ എന്താ ഏറ്റവും നല്ലത്, കടയിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ലാമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എഡിറ്റ് ചെയ്ത് വെച്ച ഒരു ഇമേജ് അതുപോലെ ടെസ്റ്റ് അത് അവരുടെ കയ്യിൽ കൊടുക്കുക, കാര്യം പറയാ ഇങ്ങനെ ഇതില് ആക്കി തരാൻ പറയാ. അതുപോലെ പറഞ്ഞ അവര് നല്ല വൃത്തിയായിട്ട് ലാമിനേഷന് ആക്കി ചെയ്തു തരും. എനിക്ക് അങ്ങനെ ഒരു പരിപാടി ചെറുതായിട്ട് നോക്കുന്നുണ്ട്. സംഭവം ഒരു ഭക്തിപരമായിട്ടുള്ള സംഭവമാണ്. പ്രാർത്ഥന ആണ്. അപ്പൊ പറയുമ്പോൾ ഇച്ചിരി വിസിൽ വെച്ച്, കാരണം അത് ഒരു കൂട്ടത്തിലാണ്. പ്രാർത്ഥന കാർഡ് ആണ്. എനിക്ക് പറയാൻ ചില വാക്കുകളൊക്കെ പറയാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും വിക്കലൊക്കെ ഉണ്ട്. ക്ഷമിക്കുക, കാരണം കുറച്ച് കാര്യങ്ങള് എന്താ പറയാ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടും വ്യായാമം ഇല്ലാത്തതുകൊണ്ടും പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്റെ ബാക്ക്ഗ്രൗണ്ടില് പലരുടെ വീടുകളാണ്. അത് റെക്കോർഡ് ചെയ്യാനല്ല, ഞാൻ അവിടെ വീട് റെക്കോർഡ് ചെയ്യില്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുതോ, ഞാൻ എന്നെ തന്നെയാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്, അല്ലാണ്ട് വീടിനെ അല്ല. ഇപ്പോഴത്തെ വീടിനെ അല്ല ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. ഞാൻ എന്താണ് ഞാൻ ചെയ്യുന്നത് അതൊക്കെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാണ്ട് പിറകിലുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള വീടിനെ അല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്ന ഇതിപ്പോ വീട്ടിലാണെങ്കിൽ എന്റെ വീടിന്റെ ഇത് റെക്കോർഡാവും. അലിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അലിയൻസ് നല്ലൊരു പോരായിട്ടുള്ള ഒരു സീരീസ് ആണ് അലിയൻസ്. ഇതിപ്പോ ഫോണില് വെള്ളമായാലും കുഴപ്പമില്ല, കാരണം വാട്ടർ ഉണ്ട്.
ഉള്ളൊരു ഫോണാണ്. ജയ്ക്ക് ഈ നേരത്തെ ലാമിനേഷന്റെ ഇതില് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാന് ലാമിനേഷൻ ഒരുപാട് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഞാന് ചെയ്തോണ്ടിരിക്കുകയാണ്. ലാമിനേഷന്റെ ഇതില് ഒരു പ്രാർത്ഥന കാർഡ് ഞാന് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പറയുമ്പോ ഇതിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ വിക്കില് ഇല്ലാണ്ട് സംസാരിക്കാനും പറയാനും ഞാന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, മനസ്സിലാക്കണം. ഞാൻ ഒരു ലാമിനേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കാർഡും കൂടി ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് എന്ന് വെച്ചാ ഹെഡിങ് ഇതിന് വിശുദ്ധ അൽഫോൻസാമയുടെ രക്തവും കണ്ണുനീരും ഒഴുകുന്ന അനുഗ്രഹ മുത്തുകൾ. ഒന്നുകൂടി പറയാം. വിശുദ്ധ അൽഫോൻസാമയുടെ രക്തവും കണ്ണുനീരും ഒഴുകുന്ന അനുഗ്രഹ മുത്തുകൾ. ഇതാണ് പ്രാർത്ഥനയുടെ ഹെഡിങ്. ഇതാണ് പ്രാർത്ഥനയുടെ ഹെഡിങ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞപ്പോ ഈ വീട്ടിലില്ലാണ്ട് ഒരു വാക്ക് പറയാൻ സാധിച്ചു. നമുക്ക് ഇങ്ങനെ വ്യായാമം ഇല്ലാത്തതുകൊണ്ടും പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ക്ഷമിച്ച് വീഡിയോ നല്ല രീതിയിൽ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത്രയുള്ളൂ. അപ്പൊ ഞാൻ ഒരു സംഭവം ഞാന് റെഡിയാക്കിയിട്ടില്ല. ഹെഡിങ് മാത്രമേ ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ആക്കണം. നേരത്തെ മാതാവിന്റെ രക്തവും കണ്ണുനീരും ഒഴുകുന്ന അനുഗ്രഹം മുച്ചുകള് അത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്. പിന്നെ അതില് തിരുത്തലുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, പുതിയത് വേറെ ഒരെണ്ണം കൂടി, അതന്നെ പുതിയത് വേറെ ഒരെണ്ണം കൂടി ഇത്തിരി അളവ് വ്യത്യാസത്തില് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ അതൊക്കെ ഞാൻ മുൻകൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൈപ്പില്ല. അപ്പൊ പൈപ്പില്ലാത്തതുകൊണ്ട് ഞാന് മാറ്റി വെച്ചേക്കാണ്. പൈസ കിട്ടുമ്പോ ഞാന് അതും പുതിയത് ഒരെണ്ണം വേറെ ഒരെണ്ണം ഞാൻ ചെക്ക് ചെയ്തെടുക്കും. കൂടാതെ തന്നെ ഈ വിശുദ്ധ അൽഫോൻസാമയുടെ രക്തവും കണ്ണുനീരും ഒഴുകുന്ന അനുഗ്രഹം മുത്തുകൾ. ഈ ഒരു പുതിയൊരു ഈ സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പരിപാടികളൊക്കെ ഈ രണ്ടാമത്തെ ലാമിനേഷന്റെ ഇതില് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർച്ചാനുണ്ട്. പിന്നെ അത് തന്നെ നല്ല രീതിയിൽ കൂടിയിലേക്ക് ഷെയർ ചെയ്യും. പിന്നെ എന്റെ ഈ വീഡിയോ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിനി യു ഗോ ഐ ഗോ. നമുക്കിനി അടുത്ത വീഡിയോയില് അടുത്ത സമയത്ത് വരാം. അതുവരേക്ക് ഇന്നത്തെ എന്റെ ഈ ഒരു വ്ളോഗിൽ നിന്ന് സമാധാനത്തോടെ സ്നേഹത്തോടും ഇരുന്ന് അടുത്തിനും ഇരുന്ന് കണ്ടതിനുമായി എന്തെല്ലാം സഹോദരന്മാർക്കും എന്തെല്ലാം സഹോദരന്മാർക്കും
ടാറ്റാ, ബൈ ബൈ.